ما علم الله وتحقير ما حقر الله. അല്ലാഹു തആല ബഹുമാനിച്ചതായ വസ്തുക്കളെ നാം ബഹുമാനിക്കണം. അല്ലാഹു വിരോധിച്ചതായ കാര്യങ്ങളെ നാം വിരോധിക്കണം. ഈ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മൾ ഒരാലിമിനെയും കുറ്റം പറയാൻ പോകരുത്, ഒരാളെ കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കാൻ പോകരുത്. അല്ലാഹു ഒരാൾക്ക് ഉയർച്ച കൊടുത്തു കഴിഞ്ഞാൽ അതൊരാൾക്കും തടയാൻ സാധ്യമല്ല. അറിയില്ലേ, മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ പൂർവകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, വലിയ കള്ളുകുടിയനായിരുന്നു, വലിയ തമ്മാടിയായിരുന്നു, നാട്ടിലെ വലിയ റൗഡിയായിരുന്നു. പക്ഷേ ആ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അല്ലാഹു വലിയ ഉയർച്ച അങ്ങ് കൊടുക്കുകയാണ്, വലിയ പദവി അങ്ങ് കൊടുക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? അള്ളാഹുവിനെ ബഹുമാനിച്ചത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ പേരിനെ ബഹുമാനിച്ചത് കൊണ്ടാണ്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങളെ കള്ള് കുടിച്ചിട്ടതാ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്, മദ്യലഹരിയിലതാ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്തതാ ഒരു കടലാസിന്റെ കഷ്ണം അങ്ങ് കാണുകയാണ്. മഹാനവറുകളതാ കടലാസിന്റെ കഷ്ണം അങ്ങ് കാണുകയാണ്. അതാ മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയാണ്. ആ കടലാസിന്റെ കഷ്ണം ഒന്ന് തിരിഞ്ഞു നോക്കാതെ മഹാനവറുകളതാ മുന്നോട്ട് നടന്നു പോവുകയാണ്. ആ സമയത്തതാ അല്പം അങ്ങെത്തിയപ്പോൾ മഹാനവറുകൾ ചിന്തിക്കുകയാണ്, ആ കടലാവ് ഞാൻ വരുന്ന സമയത്ത് ഒരു കടലാസിന്റെ കഷ്ണം കണ്ടുവല്ലോ, പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ തിരിച്ചു വരികയാണ്. തിരിച്ച കടലാസിന്റെ സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് ആ കടലാസിന്റെ കഷ്ണം അങ്ങ് എടുത്തു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് അറിയുമോ? അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മല്ലേ എഴുതിയിരിക്കുന്നത്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഇതിന് നാം ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവാണല്ലോ, ഇതിന് നാം അനാദരിക്കപ്പെടേണ്ട വസ്തുവല്ലല്ലോ, ഇതിന് ഞാൻ ബഹുമാനിക്കണമല്ലോ എന്ന് കരുതിയിട്ടതാ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങള് ആ കടലാസിന്റെ കഷ്ണം അങ്ങ് എടുത്തുകൊണ്ടതാ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് അങ്ങ് വെക്കുകയാണ്. ഒരു ഉയർന്ന സ്ഥലത്തേക്ക് അങ്ങ് വെക്കുകയാണ്, ഒരു മതിലിന്റെ മുകളിലേക്ക് അങ്ങ് വെക്കുകയാണ്. എന്നിട്ടതാ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്നു പോയി അല്പം അങ്ങ് എത്തിയപ്പോൾ തിരിച്ചും അതാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ തിരിച്ചു വരികയാണ്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചിന്തിക്കുകയാണ്, മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചിന്തിക്കുകയാണ്, ഒരു കാറ്റങ്ങാ മടിച്ചു കഴിഞ്ഞാ ആ കടലാസിന്റെ കഷ്ണം താഴെ വീഴുമല്ലോ, പിന്നെയും ആളുകൾ ചവിട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ തിരിച്ചു വരികയാണ്. ആ കടലാസിന്റെ കഷ്ണം അങ്ങെടുക്കുകയാണ്. ആ മതിലിന്റെ മുകളിൽ നിന്നും കടലാസിന്റെ കഷ്ണം അങ്ങെടുക്കുകയാണ്. എന്നിട്ടതാ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നല്ല ബഹുമാനത്തോടെ നല്ല ആദരവോടെ ആ കടലാസിന്റെ കഷ്ണം അതാ ഉയർന്ന സ്ഥലത്തേക്ക് അങ്ങ് വെക്കുകയാണ്. അങ്ങനെ അതാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടന്ന സമയത്തതാ ഒരു അശരീരി കേൾക്കുകയാണ്, ഓ ബിശ്റേ ലഖദ് അഅ്ദംത ഇസ്മീ, നിങ്ങൾ എന്റെ പേരിനെ ബഹുമാനിച്ചിരിക്കുന്നു, നിങ്ങൾ എന്റെ നാമത്തെ ബഹുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ടിതാ നിങ്ങളെയും ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു ബിശ്റേ എന്നൊരു അശരീരി കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ നേരം വെളുക്കുകയാണ്. ആ ബിശ്റുൽ ഹാഫി നേരം വെളുത്ത സമയത്തതാ അവിടുത്തെ ജീവിതത്തിൽ അതാ പരിവർത്തനം സംഭവിക്കുകയാണ്. ജീവിതത്തിൽ അതാ ഒരു മാറ്റം സംഭവിക്കുകയാണ്. അതാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് ഇൽമു പഠിക്കാൻ വലിയ താല്പര്യം വരികയാണ്, ഇൽമു പഠിക്കാൻ വലിയ ആഗ്രഹം വരികയാണ്. അതാ അവിടുന്ന് അതാ ഇൽമു പഠിക്കാനായി പോവുകയാണ്, ഇൽമു പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അല്ലാഹു കൊടുത്ത ദർജയോ അവിടുത്തെ
അവിടുത്തെ ഉയർച്ചയെന്ന് നോക്കണോ. അവിടുത്തെ ജീവിതത്തിൽ അതാ വലിയ തമ്മാടിയായി ജീവിച്ചയാളല്ലേ, വലിയ കള്ളുകുടിയനായി ജീവിച്ചയാളല്ലേ. അങ്ങനത്തെ ബിശ്റുൽ ഹാഫിക്ക് അതാ ജീവിതത്തിൽ അതാ പരിവർത്തനം സംഭവിക്കുകയാണ്. അവിടുത്തെ ജീവിതത്തിലേക്ക് പരിവർത്തനം സംഭവിക്കുകയാണ്. അങ്ങനെ ഇൽമ പഠിക്കാൻ പോവുകയാണ്, വലിയ ആലിമാവുകയാണ്, ഒരുപാട് ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുകയാണ്. അങ്ങനെ അതാ നാട്ടിലുള്ള ആളുകളെല്ലാം ബിശ്റുൽ ഹാഫി വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഓരോരുത്തരും അവിടത്തേക്ക് ബറക്കത്ത് എടുക്കാൻ വരികയാണ്, ഓരോരുത്തരും ദുആ ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അതാ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകളും കൃഷിക്കാരായിരുന്നു, നല്ല കർഷകരായിരുന്നു. അങ്ങനെ ഓരോരുത്തരും വീട്ടിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഒരു സഹോദരനതാ ബിശ്റുൽ ഹാഫിയെയും അവിടുത്തെ ശിഷ്യഗണങ്ങളെയും വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് അതാ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ അതാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് കൈപ്പക്ക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ തോട്ടക്കാരൻ എന്ത് ചെയ്തെന്നറിയുമോ, ഈ സഹോദരനതാ തന്റെ തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ നോക്കുമ്പോൾ അതാ പാകമായ കൈപ്പക്ക കുറച്ചേയുള്ളൂ. എന്നാൽ മറ്റൊരാളുടെ തോട്ടത്തിലതാ നല്ല പാകമായി വിളഞ്ഞു നിൽക്കുന്ന കൈപ്പക്കയുണ്ട്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തെന്നറിയുമോ, പാകമായ കൈപ്പക്ക ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിന്ന് പറിക്കുകയാണ്. തികയാതെ വന്നപ്പോ അപ്പുറത്തവന്റെ തോട്ടത്തിൽ നിന്നും കുറച്ച് കൈപ്പക്കയങ്ങ് പറിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വന്നതാ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവും അവിടുത്തെ ശിഷ്യഗണങ്ങളും അതാ വീട്ടിലേക്ക് വരികയാണ്. അവിടുത്തെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ടതാ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. എന്നിട്ടതാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങളതാ ആ കൈപ്പക്കയുടെ പ്ലേറ്റിൽ നിന്നും ഒരു കൈപ്പക്കയങ്ങെടുക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, ആദാ ഹലാൽ, ഇത് നമുക്ക് തിന്നാൻ അനുവദനീയമാണ്, ഇത് നമുക്ക് തിന്നാൻ അനുവദനീയമാണോ. എന്നാൽ അതാ വേറൊരു കൈപ്പക്കയങ്ങെടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഹാദാ ഹറാം, ഇത് നമുക്ക് കഴിക്കാൻ അനുവദനീയമല്ല, ഇത് നമുക്ക് കഴിക്കാൻ അനുവദനീയമല്ല, ഇത് ഹറാമായ ഭക്ഷണമാണ് എന്ന് പറയുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? ഈ ചരിത്രം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? ഒരു കൈപ്പക്ക കാണുമ്പോൾ, ഒരു കൈപ്പക്കയുടെ കഷ്ണം കാണുമ്പോൾ ഇത് ഹറാമാണോ ഇത് ഹലാലാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അല്ലാഹു നൽകിയതിന്റെ കാരണം